ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രമുഖരെ രക്ഷിക്കാൻ വിവരാവകാശ കമ്മീഷൻ വിലക്കാത്ത ഭാഗം പൂഴ്ത്തിവെച്ച് സർക്കാർ. എന്നാൽ പുറത്തുവിട്ട ഭാഗത്തിൽ തന്നെ പ്രമുഖർക്കെതിരായ ആരോപണം തെളിഞ്ഞതോടെ സർക്കാർ വെട്ടിലാവുകയാണ്. 49 പേജിലെ 96 ഖണ്ഡികയും 81 മുതൽ 100 വരെയുള്ള പേജുകളിലെ 165 മുതൽ 196 വരെയുള്ള ഖണ്ഡികകളും ഒഴിവാക്കണമെന്നാണ് വിവരാവകാശ കമ്മീഷണറെ അബ്ദുൽ ഹക്കീമിന്റെ ഉത്തരവിൽ പറഞ്ഞിരുന്നത്. എന്നാൽ 49 മുതൽ 53 വരെ പേജുകളിലെ 11 ഖണ്ഡികകൾ ഒഴിവാക്കിയാണ് റിപ്പോർട്ടിന്റെ പകർപ്പുകൾ അപേക്ഷകർക്ക് നൽകിയത്. ഇത് ഒഴിവാക്കാനുള്ള തത്രപ്പാടിനിടെ പ്രമുഖരിൽ നിന്നും ലൈംഗികാതിക്രമം നേരിടേണ്ടി വന്നെന്ന് പരാമർശമുള്ള 48 പേജിലെ 93 ഖണ്ഡിക പുറത്തു നൽകുകയും ചെയ്തു. ലൈംഗികാതിക്രമം സംബന്ധിച്ച് തങ്ങൾക്ക് മുന്നിലെത്തിയ മൊഴികൾ വിശ്വസിക്കാതിരിക്കാനാവില്ലെന്നും അവരുടെ പേരുവിവരങ്ങൾ കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. ഇത് കഴിഞ്ഞുള്ള 5 പേജുകളാണ് പൂർണ്ണമായും ഒഴിവാക്കിയത്. റിപ്പോർട്ടിന്റെ ഘടനയനുസരിച്ച് ആ 5 പേജുകളിൽ ഓരോരുത്തരുടെയും പേജിലുള്ള ആരോപണങ്ങളാണ് ഉണ്ടാകേണ്ടത്. കുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയെന്ന പരാമർശമുണ്ടായിരുന്നു. അതടക്കമാണ് ഒഴിവാക്കപ്പെട്ടത്. ഇരകളുടെ പേരും മൊഴി നൽകുന്നവരുടെ വിവരങ്ങളും വെളിപ്പെടുത്തരുതെന്ന് മാത്രമാണ് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചത്. എന്നാൽ ഇതിന്റെ മറവിൽ ലൈംഗികാതിക്രമം കാട്ടിയവരുടെ പേരുകളും മറച്ചുവെച്ചു. കൂടാതെ 42, 43 പേജുകളിലെ 85 ഖണ്ഡികയും 59 മുതൽ 79 വരെ പേജുകളിലെ 44 ഖണ്ഡികകളും ഒഴിവാക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് അറിയിച്ചിരുന്നു. 49, 53 പേജുകൾ ഒഴിവാക്കുന്നത് അപേക്ഷകരെ അറിയിച്ചിട്ടുമില്ല. ഇതോടെയാണ് ഇപ്പോൾ സർക്കാർ വെട്ടിലാകുന്നത്. സിനിമയിലെ പ്രമുഖരെ രക്ഷിക്കാനും ഇടതനുകൂല നിലപാടുള്ളവർക്ക് മറയൊരുക്കാനുമാണ് സർക്കാർ നീക്കമെന്ന് വ്യക്തമായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും നാൾ പൂഴ്ത്തിവെച്ചതും ഇവരെ സഹായിക്കാനാണെന്ന ആരോപണത്തിൽ കഴമ്പുണ്ടെന്നും തെളിഞ്ഞു. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമം ഉൾപ്പെടെയുണ്ടായിട്ടും നടപടികളിലേക്ക് നീങ്ങാത്തതിന് പിന്നിലും സർക്കാരിനൊപ്പം നിൽക്കുന്ന സംവിധായകരെയും നടന്മാരെയും നിർമ്മാതാക്കളെയും സഹായിക്കാനാണെന്നും വ്യക്തമായിട്ടുണ്ട്.